ഇതെന്താ JCB? പണ്ട് കാലത്തോട്ടെ JCB കാണുമ്പോൾ ഭയങ്കര താല്പര്യമാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ ഉള്ള ബൈക്ക് എന്ന് പറയുന്നത് CT 110X എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. അതായത് ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, ഹൗ ടു ഡ്രൈവ് എ മോട്ടോർ സൈക്കിൾ. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഒരു ബൈക്ക് പഠിക്കാം എന്നാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലർക്കും ബൈക്ക് ഓടിക്കാൻ അറിയാം. അപ്പം നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാവുന്നവർ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബൈക്കിൻ്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വീഡിയോയിലുമായിട്ട് ഉൾപ്പെടുത്താൻ പോകുന്നത്. അതല്ല, നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം, നിങ്ങൾ കിടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിരിയായിരിക്കും വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നതിൻ്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ബൈക്ക് പഠിക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു 150 cc താഴേക്കുള്ള വണ്ടി, അതായത് 100 to 150 cc ഇടയിൽ വരുന്നൊരു ബൈക്കിനകത്ത് പഠിക്കാൻ ശ്രമിക്കണം. കൂടുതലായിട്ടും വെയിറ്റ് കുറഞ്ഞ ബൈക്കുകളിൽ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. അതായത് നമ്മളിപ്പം വെയിറ്റുള്ള ബൈക്കുകളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബൈക്കിൻ്റെ വെയിറ്റ് റേഷ്യോ ഒരിക്കലും നമുക്ക് പുതുതായിട്ട് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കൺട്രോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും വെയിറ്റ് കുറഞ്ഞ ബൈക്കുകളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഈ ഹെഡും ഹാൻഡിലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബൈക്കുകളിൽ പഠിക്കാൻ ശ്രമിക്കണം. അതായത് നമ്മുടെ ഈ R15 V3, അതേപോലെ RC 390, RC 200, അതേപോലുള്ള ഫെയറിംഗ് കിറ്റ് വരുന്ന വണ്ടികൾ പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് RC അതേപോലുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗം നേരെ തന്നേക്കും, ഹാൻഡിൽ മാത്രം തിരിയും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു റേഷ്യോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം നമുക്ക് ഹെഡും ഹാൻഡിലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വണ്ടികളിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം എന്തായാലും ഞാൻ ഇനി വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ ചില ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം ഇതെന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബജാജ് 110X എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ അത്യാവശ്യം മൈലേജൊക്കെ കിട്ടുന്നൊരു ബൈക്കാണ്. അപ്പം ഇതിൻ്റെ ഈ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. ഇതെന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്വിച്ചാണ്. അതായത് സെൽഫ് സ്റ്റാർട്ട് ആ സ്വിച്ചായിട്ടൊക്കെ വരും. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഈ സ്വിച്ച് കേൾക്കുമ്പോൾ വണ്ടിയുടെ എൻജിൻ പവർ സ്റ്റാർട്ടാവും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റും, അതായത് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ രാത്രി നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് പല സിറ്റുവേഷൻസിലും ലൈറ്റിൻ്റെ വെട്ടം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണിത്. അതായത് ഡിമ്മും ബ്രൈറ്റും വേണ്ടിയിട്ടുള്ള സ്വിച്ച്. ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, അതായത് നമ്മൾ ടേണിങ് തിരിയുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച്. ഇത് ഹോണിൻ്റെ സ്വിച്ച്. ഇതാണ് ഇത്രയും ബേസായിട്ട് ഈ വണ്ടിക്ക് തീർന്ന സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വേറെ ബൈക്കുകളിലൊക്കെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് അനലോഗ് മീറ്ററാണ്. വേറെ ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡൽ ഡ്യൂക്ക് അതേപോലെ കുറച്ചുകൂടെ ഡെവലപ്പായിട്ടുള്ള ബൈക്കുകളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റലായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ബേസായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വണ്ടിയെക്കുറിച്ച് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബേസായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അന്നേരം ഇതിൻ്റെ നമ്മുടെ വേറെ വണ്ടികളിലൊക്കെ, കൂടുതലും വണ്ടികളിലും ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിലൊക്കെ ഇതിൻ്റെ ഡിജിറ്റൽ മീറ്റർ ആയിട്ടായിരിക്കും വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ബ്രേക്കിങ്ങിലും ആക്സിലേഷൻ്റെ കാര്യങ്ങളിലായിട്ടൊക്കെ പോകാം. അതായത് നമ്മുടെ കൈയുടെ വലത്ത് ഭാഗത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിലേറ്റർ എന്ന് പറയുന്നത്. ആക്സിലേറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് ഫ്രണ്ട് ബ്രേക്കും വരുന്നത്. അതായത് വലത്തേ സൈഡിൽ തന്നെയാണ് ഫ്രണ്ട് ബ്രേക്കും, വലത്തേ കാലിലാണ് ബാക്ക് ബ്രേക്കും വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇടത്തേ കൈയിലാണ് ക്ലച്ചും ഗിയറും വരുന്നത്. അതായത് ഗിയറിൻ്റെ പെഡലും ക്ലച്ചും വരുന്നത് ഇടത്തേ വശത്തായിട്ടാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലത്തേ വശത്ത് ബ്രേക്കും ഇടത്തേ വശത്ത് ക്ലച്ചുമാണ് വരുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ ത്രോട്ടിൽ നമ്മൾ ആക്സിലേഷൻ കൂട്ടി പോകുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് ഗിയറിൻ്റെ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അന്നേരം ഈ ബൈക്കിനെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞെഞ്ചിനാണ്. ഈ കുഞ്ഞെഞ്ചിന് ഒരിക്കലും ഇത്രയും വലിയൊരു ബൈക്കിനെ എടുത്ത് വലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ശേഷിയില്ല. അന്നേരം പല സിറ്റുവേഷൻസിലും ഈ ബൈക്ക് ഓടേണ്ടി വരും. അതായത് ചിലപ്പോൾ ഒരു കുത്തനെയുള്ള കയറ്റത്തിലാവും, ചിലപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള റോഡായിരിക്കാം. അങ്ങനെ പല സിറ്റുവേഷൻസിലും ഈ ബൈക്കിന് ഓടേണ്ടി വരും. അന്നേരം അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു മെക്കാനിസമാണ് ഗിയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഈ വണ്ടിക്ക് എന്ന് പറയുന്നത് 4 ഗിയറാണുള്ളത്. ചില വണ്ടികൾക്ക് 6 ഗിയറുകളുണ്ട്, ചില വണ്ടികൾക്ക് 5 ഗിയറുണ്ട്. അങ്ങനെ ഗിയർ റേഷ്യോയിൽ വ്യത്യാസം വരുന്ന ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് എന്ന് പറയുന്നത് 4 ഗിയറാണ്. അപ്പോൾ ഈ 4 ഗിയറിലും ഈ വണ്ടിക്ക് പോകേണ്ട സ്പീഡ് ഈ വണ്ടിയിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും.
അപ്പം നമുക്ക് ഗുരുക്കന്മാരെയൊക്കെ മനസ്സ് ധ്യാനിച്ച് വണ്ടിയിലോട്ട് കയറിയിരിക്കാം. വണ്ടിയിലോട്ട് കയറിയിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആ ഗിയറിൻ്റെ കാര്യമൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ വണ്ടി ന്യൂട്രലാണ്. വണ്ടി ന്യൂട്രലാണോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ്മെൻറ്റ് ചെയ്ത് നോക്കുക. അതായത് ന്യൂട്രൽ ഗിയർ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ടയർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് പോകും. അതായത് ഇപ്പോൾ വണ്ടി ന്യൂട്രലാണ്, വണ്ടി സ്റ്റാർട്ടായാലും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ചലിക്കും. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഗിയറിലോട്ട് വിടാം. ഈ വണ്ടിയുടെ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് മുന്നോട്ടാണ്. ഫസ്റ്റ് ഗിയർ വീഴുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു ന്യൂട്രലിൻ്റെ, അത് ഓഫ് ആവും. എന്നിട്ട് മുന്നോട്ട് വണ്ടി എടുക്കാം. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ഗിയർ ഈ വണ്ടി ഇത്രത്തോളം പോകും നോക്കാം. കണ്ടോ? അതായത് ഫസ്റ്റ് ഗിയർ ഈ വണ്ടിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് 0 to 20, അതായത് 0 നിന്ന് 20 കിലോമീറ്റർ സ്പീഡ് വരെ ഫസ്റ്റ് ഗിയറിൽ ഈ വണ്ടി പോകത്തുള്ളൂ. അതായത് അതിന് ശേഷം വണ്ടിക്ക് ഒരു പിടുത്തം ഉണ്ടാവും. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? വണ്ടി ഇരച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, വണ്ടി മുന്നോട്ട് നീങ്ങത്തില്ല. അന്നേരം നമ്മൾ 0 to 20 വരെ ഫസ്റ്റ് ഗിയർ റൺ ചെയ്തിട്ട് സെക്കൻഡ് ഗിയറിലോട്ട് ഇടാം. അതായത് സെക്കൻഡ് ഗിയർ ഫ്രണ്ടിലോട്ട് തന്നെയാണ്, സെക്കൻഡ് ഗിയറിൽ ഫ്രണ്ടിലോട്ട് ഇടാം. അപ്പം വണ്ടി നൈസായിട്ടൊന്ന് മൂവ്മെൻറ്റ് നേരെ ആയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ ഫസ്റ്റ് ഹാർഡ് ഗിയറിനെ കാട്ടി ജസ്റ്റ് വണ്ടി ഒന്ന് സോഫ്റ്റായിട്ട് ഗിയർ മൂവ്മെൻറ്റ് ചെയ്ത് വണ്ടി ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. അന്നേരം അതായത് ഇതേപോലുള്ള ചെറിയ ചെറിയ കട്ടർ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ വണ്ടി പോകും. ചില വണ്ടികൾ തേർഡ് ഗിയറിൽ പോകും. അതായത് ഇതിലും പവർ കൂടി, ഇതിപ്പോൾ 100 cc വരുന്നതുകൊണ്ടാണ് ഈ സെക്കൻഡ് ഗിയറിൽ പോകുന്നത്. ചില വണ്ടികൾ തേർഡ് ഗിയറിൽ പോകും, ഫോർത്ത് ഗിയറിൽ പോകുന്ന വണ്ടികളുണ്ട്, ചെറിയ ചെറിയ കട്ടറുകളൊക്കെ. അപ്പം ഗിയറിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സ്പീഡെന്ന് പറയുന്നത് ഈ വണ്ടിയിൽ ഏകദേശം ഒരു 20 to 40 അല്ലെങ്കിൽ 20 to 50 അടുത്ത് അത്രയൊക്കെ ഇതിനകത്ത് നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചു തരാം. കണ്ടോ? നമ്മുടെ ഫസ്റ്റ് ഗിയറിനെ കാട്ടി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗിയറാണ് സെക്കൻഡ് ഗിയർ. അപ്പം നമ്മൾ കുറച്ചുകൂടെ റൂട്ട് റെസ്പോൺസ് ആയിട്ട് തേർഡിലോട്ട് പുഷ് ചെയ്യുക. ഗിയർ പുഷ് ചെയ്യുന്ന സമയത്ത് വണ്ടി പിന്നെയും കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അതായത് പവറിൽ ചെറിയ വ്യത്യാസം വരും, പവർ ചെറിയ ലാഗ് വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മുന്നോട്ട് തന്നെ പോവാം. ഇപ്പോൾ തേർഡ് ഗിയറിൽ നമുക്ക് പോകാം. തേർഡ് ഗിയറിനകത്ത് ഈ വണ്ടി, അതായത് ഞാൻ പറയുന്നത് മൊത്തം ഈ വണ്ടിയുടെ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ 100 cc ഓടിക്കുന്ന എല്ലാ ബൈക്കുകളിലും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും അവർ സ്പീഡ് റേഷ്യോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് നമുക്ക് പോകാൻ പറ്റത്തില്ലെന്നല്ല, പക്ഷേ നമുക്ക് 0 to 20 വരെയൊക്കെ, അതായത് ഓരോ സ്പീഡിനും ഓരോ ഗിയർ അവർ സെറ്റ് വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. അതാണ് തേർഡ് ഗിയറിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ഗിയറിലോട്ട് വീണ് കഴിഞ്ഞാൽ വണ്ടി സോഫ്റ്റ് ആവും. അതായത് ടയർ നല്ല രീതിക്ക് സ്മൂത്തായിട്ട് കറങ്ങാൻ തുടങ്ങും. ഇതേപോലെ കട്ടറുകൾ എപ്പോഴും നമ്മൾ സെക്കൻഡ് ഗിയറിട്ട് ഇറങ്ങാറുണ്ട്. ഈ വണ്ടി മാക്സിമം സ്പീഡ് കുറച്ച് സെക്കൻഡ് ഗിയറിട്ട് പോകാം. അതായത് 100 cc വണ്ടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ചലിച്ചുകൊണ്ട് പോകാം. അപ്പം ഇതാണ് തേർഡ് ഗിയർ. അപ്പോൾ തേർഡ് ഗിയറിൽ ഞാൻ പറഞ്ഞ സ്പീഡെന്ന് പറയുന്നത് കഴിഞ്ഞാൽ, അപ്പോൾ തേർഡ് ഗിയറിൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 to 60 ആ ഒരു റേഞ്ചൊക്കെ നമുക്ക് തേർഡ് ഗിയറിൽ വണ്ടി സ്മൂത്തായിട്ട് നമ്മളങ്ങോട്ട് പോകും. അപ്പം പ്രശ്നമില്ല. അപ്പം ഇനി നമുക്ക് അടുത്ത ഗിയറിലോട്ട് പോകാം. അതായത് ഇതാണ് ഫോർത്ത് ഗിയർ. വണ്ടിയുടെ ഫോർത്ത് ഗിയർ എന്ന് പറയുന്നത് ഇതാണ്. വണ്ടിയുടെ ഫോർത്ത് ഗിയർ എന്ന് പറയുമ്പം 62 എബോ എത്ര കിലോമീറ്റർ സ്പീഡ് വേണമെങ്കിലും നമുക്ക് ഫോർത്ത് ഗിയറിൽ പോകും. അതായത് 62 മേളിലോട്ട്, 60 തൊട്ട് 78 ഈ വണ്ടി ഏകദേശം എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 100 cc എഞ്ചിനായതുകൊണ്ട് കഴിഞ്ഞാൽ കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു 80 ആ ഒരു റേഞ്ചൊക്കെ ഈ വണ്ടി പോകത്തുള്ളൂ. അന്നേരം നമുക്ക് ആ ഒരു റേഞ്ചിലോട്ട്, അതായത് 60 മുകളിലോട്ട് സ്പീഡ് കയറുമ്പോൾ നമുക്ക് ഫോർത്ത് ഗിയറിലോട്ട് പോകാം. അന്നേരം ടയറിൻ്റെ സ്പിന്നിങ് കൂടും, ടയർ ഭയങ്കരമായിട്ട് സ്മൂത്താവും, വണ്ടി ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് പോകും. അപ്പം ഇതാണ് ഫോർത്ത് ഗിയറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഫസ്റ്റ് ഗിയർ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി മൂവ്മെൻറ്റ്, അതായത് ഇത്രയും വെയിറ്റ് ഇപ്പം അതായത് ഒരാളെയും വണ്ടിയുടെ വെയിറ്റും വെച്ചിട്ട് വണ്ടി വലിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി എപ്പോഴും ഫസ്റ്റ് ഗിയറിലായിരിക്കണം. അതായത് വണ്ടി 0-യിൽ കിടക്കണമെന്നാണെങ്കിൽ, അതായത് നമ്മുടെ വണ്ടി നമ്മൾ നിർത്തി എവിടെയെങ്കിലും ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്നാലേ ആ ടയറിന് വേണ്ടിയിട്ടുള്ള പവർ ആ എഞ്ചിനിൽ നിന്ന് ചെയിൻ വഴി ടയറിലോട്ട് കിട്ടത്തുള്ളൂ. അതാണ് ഫസ്റ്റ് ഗിയറിലിട്ട് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ചെറിയ കയറ്റമൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ഈ 100 cc വണ്ടി തന്നെ സെക്കൻഡ് ഗിയറിൽ, അതായത് ഒരാളെ ഉള്ളെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയർ, പുറയിലൊരു പില്ലിനുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിലേ കയറത്തുള്ളൂ. കാരണം വണ്ടി വളരെയധികം പവർ കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഓരോ പരിമിതികൾ കാണും, കയറാനുള്ള ബുദ്ധിമുട്ടും കാണും. അപ്പം ഇതൊക്കെയാണ്
ഗിയറിൻ്റെ ഭാഗത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ എപ്പം നമ്മൾ ഗിയർ ഇട്ടാലും ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കാൻ ശ്രമിക്കണം. ക്ലച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗിയറിൻ്റെ പല്ലിനും ഷാഫ്റ്റിനൊക്കെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ എപ്പോഴും ക്ലച്ച് പിടിച്ച് മാത്രമേ ഗിയർ മാറാവൂ. അപ്പോൾ നിങ്ങൾ ബിഗിനറായിട്ടുള്ള ഒരാളാണ് വണ്ടി പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒട്ടും തീരെ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ഭയങ്കരമായിട്ട് റഷായിട്ട് സംസാരിക്കുന്ന ഒരാളെ കൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കരുത്. അതായത് ഇപ്പം നമ്മൾ ഈ മരപ്പണിക്കാരൊക്കെ തടിയൊക്കെ എടുക്കുന്ന സമയത്ത് എടുക്കടാ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ തടി എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനത്തെ ഉള്ളവരെയും കൊണ്ട് ഒരിക്കലും നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. കാരണം അവർ ഭയങ്കര അലയ്ക്കുന്നൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വേണം. എപ്പോഴും ഒരു കാമായിട്ട് സംസാരിക്കുന്നിടത്ത് വേണം ബൈക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ലോറി പുറകോട്ട് എടുക്കുന്ന സാഹചര്യത്തിൽ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് വണ്ടി എടുക്കുന്ന ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ലോറി പുറകോട്ട് വരുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചലിക്കാം. അവിടെ ഫസ്റ്റ് ഗിയർ ഇട്ടു. ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഗിയർ ഇട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഒരുപാട് റഷായിട്ട് സംസാരിക്കുന്നവരെ കൊണ്ട് ഒരിക്കലും നമ്മൾ വണ്ടി ഓടിക്കാൻ പോരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് പറഞ്ഞ് നമ്മൾ ഓവറായിട്ട് ടെൻസ്ഡ് ആകും. അപ്പം നമ്മൾ നോർമലി നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് എപ്പോഴും ഏത് വണ്ടിയായാലും, ഇപ്പം ബൈക്കിൻ്റെ കാര്യത്തിലായാലും കാറിൻ്റെ കാര്യത്തിലായാലും, ഇപ്പോൾ ഏത് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ കൊണ്ട് പോവാം. ഒരുപാട് സമാധാനമുള്ള ആൾക്കാരെ കൊണ്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്ററായിട്ട് വണ്ടി പഠിക്കാൻ പറ്റുന്നത്. പിന്നെ വണ്ടി പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വീഴാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ റൈഡിങ് ഗിയറായ ഹെൽമെറ്റ് എന്തായാലും ധരിച്ചുകൊണ്ട് തന്നെ പോകണം കേട്ടോ. അല്ലാതെ ഒരിക്കലും നമ്മൾ വണ്ടി പഠിക്കാനായിട്ട് പോകരുത്. കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം വണ്ടിയിൽ നിന്ന് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ഗ്ലൗസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി മറിയുന്ന സമയത്ത് നമ്മൾ കൈകുത്തിയായിരിക്കും റോഡിലോട്ട് വീഴുന്നത്. അപ്പോൾ നമ്മുടെ കൈക്കും ഒക്കെ ഇഞ്ചുറി പറ്റാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ വണ്ടി പഠിക്കാൻ പോകൂ. അത് മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ബൈക്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഈ ഗിയറിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് കയറ്റം വരുമ്പം, അതായത് ഒരു വണ്ടിക്ക് ഒരിക്കലും ഒരേ ഗിയറിൽ തന്നെ നമ്മളെ ആ കയറ്റം ആയാലും, ഇപ്പം ഇതേപോലുള്ള നോർമൽ റോഡാണെങ്കിൽ പോലും നമ്മളെ കൊണ്ടുപോകാനുള്ള ശേഷി ആ വണ്ടിക്കില്ലായിരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ഗിയർ ഇടണം കേട്ടോ. വണ്ടി എപ്പോഴും സ്ലോയിൽ, അതായത് നിങ്ങൾ ഈ സ്പീഡ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. 0 to 20 ഇടയിലാണ് വണ്ടിയുടെ സ്പീഡ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകാട്ടോ. അല്ലെങ്കിൽ വണ്ടിക്ക് നല്ല രീതിയിലുള്ള സ്ട്രെയിൻ വരാനുള്ള കാര്യമുണ്ട്. നിങ്ങളുടെ വണ്ടിക്ക് നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. എഞ്ചിന് ഒരുപാട് സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് എഞ്ചിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് വണ്ടി ഇടയ്ക്ക് വെച്ച് ഓഫായി പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ സ്പീഡ് റേഷ്യോ മാത്രം കറക്റ്റായിട്ട് നോക്കിയാൽ മതി. അതായത് 0 to 20 വരെ ഫസ്റ്റ് ഗിയറിലും, 20 to 40 വരെ സെക്കൻഡ് ഗിയറിലും, 40 to 60 വരെ തേർഡ് ഗിയറിലും, 60 to എത്ര വേണേലും, അതായത് ഈ മാക്സിമം ഈ വണ്ടി എവിടം വരെ പോകുന്നു, അതായത് എത്ര കിലോമീറ്റർ സ്പീഡ് കയറുന്നു ആ സ്പീഡ് വരെ നിങ്ങൾക്ക് 4th ഗിയറിൽ പോകാം കേട്ടോ. അന്നേരം അതാണ്. പിന്നെ അതിനനുസരിച്ച് വണ്ടി സ്ലോ ആകുന്നതിനനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടി ഒന്ന് ഓടിക്കാനായിട്ട് പഠിക്കാൻ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാതെ ബൈക്ക് ഓടിക്കാൻ പഠിക്കത്തില്ല. നിങ്ങളൊരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ, അതായത് ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം ജസ്റ്റ് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ ഗിയറിൻ്റെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല. പഠിച്ചു വരുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ സ്പീഡിൻ്റെ കാര്യം പറയുന്നത്. നിങ്ങളൊരു ബിഗിനറാണ്, ഇതുവരെ ബൈക്കിൽ കയറിയിട്ടില്ല, ബൈക്ക് ഓടിച്ചിട്ടേ ഇല്ല എന്നൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ. ജസ്റ്റ് ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാതെ ഒരിക്കലും വണ്ടിയിലോട്ട് കയറരുത്. കാരണം ബൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരിക്കലും 150 cc മുകളിലോട്ടുള്ള, അതായത് 200 ആ ഒരു റേഞ്ചിലൊന്നും ഉള്ള വണ്ടികൾ ഒരിക്കലും നിങ്ങൾ പഠിക്കാതിരിക്കുക കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ത്രോട്ടിൽ റെസ്പോൺസിൽ ഒരിക്കലും ആ വണ്ടി റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതലായിരിക്കും വണ്ടിയുടെ ത്രോട്ടിൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇഞ്ചറി പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു 200 cc ആ ഒരു ലെവലിലോട്ടുള്ള ബൈക്കുകൾ ഒരിക്കലും പഠിക്കാതിരിക്കുക. ഒരു 100 cc, അതായത് ഇതേപോലുള്ള ബൈക്കിലോ സ്പ്ലെൻഡറിലോ ഒക്കെ കൂടുതലായിട്ടും നിങ്ങൾ വണ്ടി പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ പറഞ്ഞ ബേസായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പം ഈ ബേസായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ റെവ് ലിമിറ്റ്. ബൈ. ഇതെന്താ JCB?
പണ്ട് കാലത്തോട്ടേ JCB കാണുമ്പോൾ ഭയങ്കര താല്പര്യം.